ഡാബ്സി എയറിൽ ഇന്നലെ നോക്കുമ്പോൾ ബേബി ജീൻ എയറിൽ വാട്ട്സ് ഹാപ്പനിങ് ഗൈസ്. നമ്മുടെ റാപ്പേഴ്സിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം. അതാണ് ഇന്നത്തെ ഒരു കോണ്ടന്റ്. സ്ട്രെയിറ്റ് അവേ കാര്യങ്ങളിലേക്ക് വരാം. ഡാബ്സി കുറച്ച് അധിക ദിവസമായിട്ട് എയറിൽ തന്നെയാണ്. ഡാബ്സി ഈ ഇടയ്ക്ക് വന്നിട്ടൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. ഡിയർ പീപ്പിൾ, ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ഫൈൻഡ്സ് യു ഇൻ ഗ്രേറ്റ് സ്പിരിറ്റ്സ്. ഐ വോണ്ട് ടു ടേക്ക് എ മൊമെൻറ്റ് ടു ഷെയർ സം ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വിത്ത് all of you. After much reflection and consideration, I have decided to take a 1 year break to focus on my personal ഗ്രോത്ത് ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബ്രേക്ക് എടുക്കുകയാണ് ഒരു കൊല്ലം, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബ്രേക്ക് എടുത്ത് പോയ ഡാബ്സി എനിക്ക് തോന്നുന്നത് സൗദി അറേബ്യയിലാണ്. ഓക്കെ, സൗദി അറേബ്യയിലൊരു പ്രോഗ്രാമിൽ ചെന്നിട്ട് ആകെ സീനായിടെ. ഡാബ്സി യൂഷ്വൽ സാധനം ഉണ്ടല്ലോ, പാടിന് മുമ്പ് മലബാർ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. പിന്നെ അങ്ങനെ അങ്ങോട്ട് ശൂന്യാകാശത്ത് പോയി. ഞാനപ്പോൾ ഇങ്ങനെ എയറിലിരുന്ന് നോക്കുമ്പോൾ ഒരാൾ കയറി വീണു. നോക്കുമ്പോൾ ഡാബ്സി. പിന്നെ ഡാബ്സിയും പോകുന്നില്ല. പിന്നെ ഇപ്പോൾ ബേബിജീനും വന്ന് കൂടി. അപ്പോൾ എന്താണ് വിഷയങ്ങൾ എന്നുള്ളത് നോക്കാം. ഡാബ്സീൻ്റെ തന്നെ വെച്ച് നമുക്ക് തുടങ്ങാം. ഡാബ്സിയുടെ കുറച്ച് ക്ലിപ്പുകൾ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, ഇതൊക്കെ സൗദിയിലും GCCയിലൊക്കെ ഡാബ്സി നടത്തിയിട്ടുള്ള ഇവൻറ്റുകളുടെ കുറച്ച് വീഡിയോ ക്ലിപ്സാണ്. അത്താണ് മലബാർ എന്ന് പറഞ്ഞ അങ്ങക്ക് ആർക്കും തിരിയാത്ത സാധനമാണ്. ഒരു സൈഡിലും കെടുക്കാൻ കഴിയില്ല. അല്ലാ എന്റെ ഉമ്മി ഉമ്മി മലബാർ അരിക്കല്ലേ ചൊരിക്കല്ലേ ചൊരിഞ്ഞിട്ട് ചോദിക്കല്ലേ ചെരിഞ്ഞിട്ട് ചെയ്യല്ലേ മലമണം മണക്കുന്ന മലം തണിന്ന പോയോക്ക അല്ലന്റെ Allah is my mom. Allah is my mom. My Lord is my mom. That's why I have wrote. Kara is all about Kerala. I'm from Kerala. Kerala is for Malayalam. Malayalam is getting into Malabar. Malabar is getting into Malapur. Poyoka. Senna kaungile adakadathodi. Vellurum kuchile paadire pakal. Ansunin paaridim porisha kadali. فهلا فهلا فهلوا فهلت فهلتا فهلنا فهلت فهلتما فهلتم അതാണ് ദാറ്റ് അറബിക് ആദാ അറബിക് ആദാ മലബാർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചില വീഡിയോസാണ് കേട്ടോ. ഈ അവിടെ ചെന്നിട്ടുള്ള ഷോകളുടെ വീഡിയോസാണ്. ഇതിനകത്തൊക്കെ മാസീവ് ഹീറ്റാണ് ഡാബ്സിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മേ ബി ആളുകളെ എക്സ്പെക്ടേഷൻ ഈസ് ലൈക്ക് ഡാബ്സിയുടെ ഒരു ഇവൻറ്റ് പോകുമ്പോൾ മലബാർ ബാങ്കറോ മണവാളൻ ടഗോ മങ്കയോ അങ്ങനെ ഒരുപാട് പാട്ടുകൾ കേൾക്കാം ഡാബ്സിയുടെ എന്ന് വിചാരിച്ച് പോകുന്ന ആളുകളാണ്. പക്ഷേ ഡാബ്സിയുടെ ഒരു അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അമ്മ, മലബാർ, മലയാളം, അങ്ങനെ 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 പോവും. ഡാബ്സി ഒരു പാട്ട് തുടങ്ങുന്നത്. ഇപ്പം ഞാൻ പേഴ്സണലി ഡാബ്സിയുടെ എനിക്ക് 3-4 ഷോസ് ഞാൻ പേഴ്സണലി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. സോ അതിലൊക്കെ ഡാബ്സിയുടെ അന്നൊക്കെ തുടക്കമായിരുന്നു കേട്ടോ അതിൻ്റെ. നമുക്ക് അവിടെ ഒന്നും ഈ സാധനങ്ങളില്ല. മലയാളം അങ്ങനെ മലബാർ, മലപ്പുറം അങ്ങനെ തന്നെയാണ് ഈ സാധനങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും അതിൻ്റെ എന്താ പറയുക, കുറച്ചും കൂടി വലിയ വേർഷനിലേക്ക് ഡാബ്സി ഇത് എത്തിച്ചു കൊണ്ടുപോകുന്നു. ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ആ ഡാബ്സി അതിനൊരു ബിൽഡപ്പ് കൊടുക്കുന്നു. അതിലാളുകളെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടി. ഇപ്പോൾ ഡാബ്സിൻ്റെ നമുക്കറിയാം ഈ സാധനം ഉണ്ടായിരുന്നു. ഇത് ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു ഈ സാധനം. ഈ ഹുക്ക്, ഈ ഡാൻസിൽ ഹുക്ക് സ്റ്റെപ്പ് പോലെ തന്നെയാണ് പാട്ടിനകത്ത് ഈ സാധനം ഉണ്ടായിരുന്നു. പിന്നെ അത് മാറിയിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഷോസിലൊക്കെ അനോയിങ് ആയിട്ട് തോന്നാം. ചിലർക്ക് ഇത് വളരെ വളരെ അനോയിങ് ആയിട്ട് തോന്നാം. പാട്ട് കാണാൻ വരുന്ന ആളുകൾക്ക് എന്തുവാടേ ഇവനീ കാണിക്കുന്നത്. പിന്നെ ബോഡി ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ പല കാര്യങ്ങളും വെച്ചിട്ട് ആളുകൾ ഓഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്
ഓൾറെഡി ഡാബ്സി ബേബി ജിനി റാപ്പേഴ്സിനൊക്കെ ഉള്ളൊരു ഒരു 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 സംഗതി സൊസൈറ്റിയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി 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 ആ ഒരു ആസ്പെക്റ്റ് കറങ്ങി നടക്കുന്നുണ്ട്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കേസിൽ വരെ പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കേസ് വരെ തലയിൽ വന്നിട്ടോ അങ്ങനെ പൊതുവായിട്ട് ഇവർ ഉപയോഗിച്ചത് ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടോ അങ്ങനത്തെ ഒരു സംഗതികളൊന്നും എയറിലില്ലാത്തത് കൊണ്ടും നമ്മൾ കാണാത്തത് കൊണ്ടും ഇതിലൊരു എന്താ പറയുക കറക്റ്റാണോ ഇതൊന്നും നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ബട്ട് സ്റ്റിൽ കമൻറ്റ് ബോക്സിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെ പാടാൻ കാരണം, ഇങ്ങനത്തെ ഈ ഒരു സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യാൻ കാരണം, ഇങ്ങനെ ബോഡി ലാംഗ്വേജ് കാണിക്കാൻ കാരണം ലഹരി അടിച്ച് കയറിയിട്ടാന്നുള്ളൊരു സംഗതിയൊക്കെ ഇങ്ങനെ എയറിൽ നിൽക്കുമ്പോൾ എഗെയിൻ ആൻഡ് എഗെയിൻ എല്ലാ സ്റ്റേജിലും ഇതുപോലത്തെ എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ അതിൻ്റേതായിട്ടുള്ള എന്ത് പറയും റിപ്ലൈസും സാധനങ്ങളും ഒരു വാം വെൽക്കം കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ എസ്പെഷ്യലി പണ്ടത്തെ പോലെയല്ല, എല്ലാവരും ഓടിച്ചെന്നിട്ട് സൗദി അറേബ്യ ആണെങ്കിലും ദുബായി ആണെന്നുണ്ടെങ്കിലും ഓടിച്ചെന്നിട്ട് മലബാർ, മലയാളി, മലപ്പുറം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ഒരിക്കലും നടന്നിട്ട് പോകാൻ വളരെ ചാൻസ് കുറവാണ്. ഇനി ഇതിനിടയിൽ ഞാൻ പറഞ്ഞല്ലോ, ഡാബ്സിക്ക് ഓൾറെഡി പാട്ടുകൾ പാടുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടിട്ടിട്ട് സ്വന്തം പാട്ട് തന്നെ പിന്നെ ഇടയ്ക്ക് ഈ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ, പാടുന്നില്ല എന്നുള്ളൊരു സംഗതി ഡാബ്സിക്ക് ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇതിന് പുറമെ ഇപ്പോൾ ഡാബ്സി ഈ ചെല്ലുന്ന സ്ഥലത്തൊക്കെ പാട്ട് പാടാതെ കൂടുതലായിട്ട് ഇങ്ങനത്തെ സാധനങ്ങളാണ് ഈ മലബാർ ഈ സാധനങ്ങൾ ഇങ്ങനെ ഈ സാധനങ്ങൾ ഉപയോഗിച്ച് പോകുന്നു. പാട്ടൊന്നുമില്ല ഇതിനകത്ത്, ഫുള്ള് ഇങ്ങനത്തെ സംസാരം മാത്രമേ എന്നുള്ളൊരു സാധനം അങ്ങനെ പോകുന്നു ഒരു സൈഡിൽ. പിന്നെ ഒരു സൈഡിൽ ഇയാളുടെ ബോഡി ലാംഗ്വേജ്, ഇയാളുടെ എന്താ പറയുക മൊത്തത്തിലുള്ളൊരു അപ്പിയറൻസ് നോക്കിയിട്ട് പിന്നെ അയാളെ വേറെ രീതിയിലേക്ക് ആളുകൾ ആക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫുള്ളായിട്ട് നോക്കിക്കഴിയുമ്പോഴത്തേക്ക് ഡബ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരൻ കംപ്ലീറ്റ്ലി ഗ്രാഫ് ഇങ്ങനെ ഗ്രീനായി പോയോ എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലിംഗ് കഴിഞ്ഞ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് പേഴ്സണലി കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാബ്സിനെ. എനിക്ക് റാപ്പേഴ്സിനെ എല്ലാവരും ഇഷ്ടമാണ്. നമ്മുടെ മലയാളം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല റാപ്പേഴ്സിൻ്റെ എസ് എ ജോക്കർ, തിരുവാലി, ഈ ഫെജൊക്കെ അവനും ഫേവറേറ്റ് ആണ് എൻ്റെ. ഡാബ്സി, ബേബി ജീന, ഒരുപാട് പേരുണ്ട്. എല്ലാം ടാലൻറ്റഡ് ആണ്, എല്ലാവരും ടാലൻറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ എന്താ പറയുക, എവിടെയൊക്കെയോ ഇവരുടെ ഫ്ലേവർ നഷ്ടപ്പെടുന്നു. ഓക്കെ, ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ജെൻസി ക്രൗഡിനെ അട്രാക്ട് ചെയ്യാനുള്ള ഫ്ലേവർ ഒന്നും മേ ബി ഷോ കാണാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഈവൻ ജെൻസിക്കാണെങ്കിലും ഭയങ്കര അനോയിങ് ആയിട്ട് തോന്നുന്നു എന്നുള്ള സമയത്ത് ഇവരുടെ ആ ഒരു ഷോയുടെ പാറ്റേൺ അല്ലെങ്കിൽ ഇവരുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഓഡിയൻസ് ഒക്കെ മാറ്റേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് പേഴ്സണലി പറയാനുള്ളൂ. ഇനി ഇതിന് പുറമെ ഇപ്പോൾ ഡാബ്സി, ഞാൻ പറഞ്ഞു ഡാബ്സി കംപ്ലീറ്റ് എയറിൽ കയറുന്ന സമയത്ത് ഡാബ്സിക്ക് നമ്മുടെ ആര്യ ബഡായുടെ ഒരു കമൻറ്റ് വന്നു എന്നുകൂടി ഞാൻ കാണാനിടയായി. ഫേസ്ബുക്ക് പേജിലൊക്കെ ഇത് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഡാബ്സിയുടെ ഒരു ദുബായ് പ്രോഗ്രാമിൻ്റെ വീഡിയോയിൽ അതിന് ആര്യ ഇട്ടൊരു കമൻറ്റാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ച. ഡാബ്സി എന്ന റാപ്പറിനെ ദുബായ് ഷോയ്ക്ക് വിളിച്ചായിരുന്നു, എന്നാൽ ഷോ തുടങ്ങിയിട്ടും ഡാബ്സി മുൻപ് പാടിയിട്ടുള്ള പാട്ടുകളുടെ ഓഡിയോ പ്ലേ ചെയ്ത് വെറുതെ കുറേ അലർച്ച മാത്രം പുറപ്പെടുവിച്ച് ഇത് കണ്ട ആര്യ ബഡായി ഇട്ട കമൻ്റ് ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. ഇത്തരം ആളുകളെ കൊണ്ടുവന്ന് ലക്ഷങ്ങൾ മുടക്കി പരിപാടി ചെയ്യാൻ എല്ലാ പേർക്കും വലിയ ഉത്സാഹമാണ്. എന്നാൽ കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് 100 രൂപ കൂടുതൽ ചോദിച്ചാൽ അപ്പോൾ ദാരിദ്ര്യം പറയും, പിന്നെ അവരെ ഒരു പരിപാടിക്കും വിളിക്കുകയും ഇല്ല, കഷ്ടം തന്നെ. ഇങ്ങനെ ആര്യ ബഡായി ഒരു കമൻ്റ്, ഈ കമൻറ്റ് ഞാൻ കണ്ടിട്ടില്ല, ഏതോ ഒരു ഡാബ്സി റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഈ സൗദി പ്രോഗ്രാമിൻ്റെ വീഡിയോനടിയിൽ ആര്യ ഇട്ട കമൻറ്റ് എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കരമായിട്ട് എല്ലാവരും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഫൈൻ, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഫെയിം അപ്പോൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇങ്ങനത്തെ ഇവൻറ്റ് നടത്തുന്ന ആളുകളുടെ പരിപാടി. അപ്പം കണ്ടവർ അപ്പാന്ന് വിളിച്ചിട്ട് വിടുന്ന പരിപാടിയാണ്. അങ്ങനെ അവരുടെ മാർക്കറ്റ് വർക്കൗട്ട് ആവും. ഇപ്പോൾ ഇവൻറ്റ് നടത്തുന്ന ആളുകൾക്ക് അപ്പം ഫെയിമായിട്ട് നിൽക്കുന്ന ആരാണോ അവരെ വിളിച്ചിട്ട് പാട്ട് പഠിപ്പിച്ചിട്ട് അവർ വിടും. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരാളെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഫെയിം എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഫെയിം മെയിൻറ്റെയിൻ ചെയ്യാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആരാണോ അവരെ വിളിച്ചിട്ട് കൊണ്ടുപോകുക എന്നുള്ള പരിപാടി ആയതുകൊണ്ട് അപ്പോൾ അവർ വന്ന് എന്ത് ചെയ്തു പോയാലും കാണാൻ ആളുണ്ട്, അല്ലെങ്കിൽ ക്രൗഡ് എൻ്റർടൈൻഡ് ആവും എന്നുള്ളത് കൊണ്ടും ആയിരിക്കാം അവർ 100 രൂപ ചോദിച്ചാൽ കൂടുതൽ കൊടുക്കുന്നു, അല്ലാത്തവർ ചോദിച്ചാൽ കൊടുക്കാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു എവിടെയോ ഡാബ്സിയുടെ അല്ലെങ്കിൽ റാപ്പേഴ്സിൻ്റെ ഒരു ഡൗൺഫോൾ തുടങ്ങിയോ. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചിലർ ഡാബ്സി ആണെങ്കിലും ബേബി ജിയാണ്. ഇപ്പോൾ ഡാബ്സി റിലേറ്റഡ് ആയിട്ട് വേറൊരു സാധനം ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയിൽ ഒരു വീഡിയോ എനിക്കിങ്ങനെ ഫോർവേഡ് ചെയ്ത് കിട്ടി. അതിനകത്ത് കാറിനകത്ത് ഇരിക്കുന്നത് ആരാന്നുള്ളത് വ്യക്തമല്ല. ഓക്കെ, ഒരു പ്രീമിയം കാറാണ്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വന്ന് നിന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഫേസ്ബുക്കിൽ ഇന്നലെ അത് ഡാബ്സി, എനിക്ക് ഫോർവേഡ് ചെയ്ത് കിട്ടിയതും ഡാബ്സി എന്നായിരുന്നു. പക്ഷേ ഞാനവിടെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയി. കാരണം ഡാബ്സി ഓൾറെഡി GCCയിലെ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ നാട്ടിൽ വന്ന് പാടിയിട്ട് ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്നുള്ളത്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടുള്ള എനിക്ക് മനസ്സിലായത് ഡാബ്സി അല്ലാതെ ബേബി ജീനായിരുന്നു എന്നുള്ളത്. ആ വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ബേബി ജീൻ ഇന്നലെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണെങ്കിൽ കോട്ടയ്ക്കലാണ്, പുത്തൂരാണ്, ഇന്നലെയോ മിനിഞ്ഞാന്നോ ഷോയ്ക്ക് പോയ സമയത്ത് പാട്ട് പാടാതെ ഇറങ്ങിപ്പോകുന്നോ, അല്ലെങ്കിൽ അവരാവശ്യപ്പെട്ട പാട്ട് പാടിയില്ല, 6 ലക്ഷം രൂപ മേടിച്ചില്ല എന്നുള്ള സ്കീമിൽ
ആളുകൾ വണ്ടി തടയും, ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എന്താണെങ്കിൽ ആ വീഡിയോ അവിടെ പ്ലേ ചെയ്യാം. MD അടിച്ച് തിരിച്ചവനെ കൊണ്ട് 10 മിനിറ്റ് പാട്ട് പാടിച്ചിട്ട് എത്ര ലക്ഷം രൂപ വാങ്ങിച്ചറിയോ? 6 ലക്ഷം രൂപ വാങ്ങിച്ചു. ഒരു പാട്ടിനൊക്കെ പാടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ. ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ട സമയത്തും ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറേ പേജിലും ഇത് ബേബി ജീനാണ്. ഓക്കെ, ബേബി ജീനാണ്. കുറേ ലക്ഷക്കണക്കിന് 6 ലക്ഷം രൂപ മേടിച്ചിട്ട് ഒരു പാട്ട് പോലും മര്യാദയ്ക്ക് പാടിയില്ല. ബേബി ജീൻ എന്നുള്ളത് കോട്ടയ്ക്കൽ പുത്തൂരിൽ നടന്ന എക്സ്പോയിലാണ് ഈ സംഭവം ഉണ്ടായെന്നുള്ള ഒരു ഇതിലിങ്ങനെ കമ്മിറ്റിക്കാരിട്ട് പഞ്ഞിക്കിട്ടു, നാട്ടുകാർ പഞ്ഞിക്കിട്ടു എന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ വീഡിയോസ് വരുന്നുണ്ട്. അതൊരു സൈഡിലൂടെ പോകുന്നുണ്ട്. ഇപ്പോൾ കാറിനകത്തിരിക്കുന്ന ബേബി ജീനാണോ അതോ ബേബി ജീനിനെ കൊണ്ടുവന്ന മാനേജറാണോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിൽ അതാരാ വ്യക്തമല്ല. പക്ഷേ നാട്ടുകാരെന്താണെന്നുണ്ടെങ്കിൽ റോങ് ആണ്. പൈസ കൊടുത്ത് കൊണ്ടുവന്നിട്ട് മര്യാദയ്ക്ക് പാട്ട് പാടി, 6 ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു മര്യാദയ്ക്ക് ഒരു പാട്ട് പാടി. അതായത് ബേസിക്കലി കാശ് മേടിച്ച് വരുന്ന ആളുകൾക്ക് അവിടെ ആരാണോ അവരെ കൊണ്ടുവരുന്നത് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അല്ലെങ്കിൽ ക്രൗഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അവരുടെ പരിപാടി. അത് മര്യാദയ്ക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. സോ എൻ്റെ ഒരു കൺസേൺ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡാണ്. ഇപ്പോൾ ഡബ്സി ആണെങ്കിലും നമ്മുടെ മലബാർ എന്നുള്ള റാപ്പേഴ്സിനെ കൊണ്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ അവർ മലപ്പുറം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര കിക്കാണ്. പക്ഷേ എവിടെയൊക്കെയോ ഇതിൻ്റെ ഒരു ഓവർഡോസ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട്. ഓവർഡോസ് ഇൻ ദ സെൻസ് ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവരുടെ പെർഫോമൻസുകൾ ഓൺ സ്റ്റേജ് ലൈവ് പെർഫോമൻസുകൾ മാറുന്നില്ല. അത് ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആവുന്നു. ഭയങ്കര പൈസ മേടിക്കുന്നു. ഇപ്പോൾ ഒരു ഷോയ്ക്ക് 1 ലക്ഷം 2 ലക്ഷമൊക്കെ വാങ്ങേണ്ട സ്ഥലത്ത് 6ഉം 10ഉം 15ഉം മേടിക്കുന്നു. അങ്ങനെ പേടിച്ചിട്ടും ദർ ഈസ് നോ യൂസ്. കാരണം വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ട്രാക്ക് ഇട്ട് പാടുന്നു. ബാക്കിൽ ട്രാക്ക് ഇട്ട് പാടുന്നതോ അതോ ലൈക്ക് അതൊക്കെ ചുണ്ടനക്കുന്നതൊക്കെ കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. ബട്ട് ഒരു റാപ്പർ എന്ന് പറയുമ്പോൾ അയാൾ കുറച്ചും കൂടി ഓർഗാനിക്കാണ്. അങ്ങനെ ഓർഗാനിക്കായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഏത് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും അവർ സ്വന്തം റാപ്പ് അവർക്ക് അടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ടും അവരങ്ങനെ ചെയ്യുന്നുള്ളത് കൊണ്ടുപോകാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവരെ വിളിക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഇവരൊരു പോസ്റ്റോ കാര്യങ്ങളോ ഒരു ഷോയ്ക്ക് വരുന്നു എന്ന് പറഞ്ഞിടുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന എൻഗേജ്മെൻറ്റ്സും ഭയങ്കരമായിട്ട് ആളുകളെ ഇവരെ വിളിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടമാണ് ഇവരെ പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. ബേബി ജീൻ്റെ ആണെങ്കിലും ഡാബ്സിൻ്റെ ആണെങ്കിലും ഒക്കെ പാട്ടും എല്ലാവർക്കും ഇഷ്ടമാണ്. സോ അങ്ങനെയുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ചിട്ട് ചെല്ലുന്ന സ്ഥലങ്ങളിൽ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവർക്ക് ആരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അവസ്ഥ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പാറ്റേണിൽ നിന്ന് ഇവർ മാറണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എടുത്ത് പൊക്കിയ മലയാളികൾ തന്നെ എടുത്ത് നിലത്തിട്ട് ചവിട്ടി അടിക്കും. ഡാബ്സിൻ്റെ കേസിൽ ഇപ്പോൾ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡാബ്സിനെ എടുത്തിട്ട് പൊങ്കാല. ഡാബ്സിക്ക് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല അതാണ് അവസ്ഥ. ബേബി ജി എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് വരെ ലൈക്ക് സേഫ് സോണിലായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ ഉണ്ടായതോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വീഡിയോ സാധനങ്ങളുമായിട്ട് അങ്ങനെ ഒരു സൈഡിൽ ബേബി ജീനും പോകും. നിങ്ങൾക്ക് ലൈവ് ഷോസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ഷോസിനെ കൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ക്രൗഡിനെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ ഒരു വൈബ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാതിരിക്കുക എന്നുള്ളതേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വിഷയം എന്നറിയോ, മുകളിൽ പോയിട്ട് താഴെ വരുമ്പോൾ കയ്യിലിരിക്കുന്ന മൈക്ക് പാമ്പാവുന്ന അവസ്ഥയാണ്. ഓക്കെ, പിന്നെ ഇങ്ങനെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ലൈഫുമായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പൊളിഞ്ഞു വരും. നിങ്ങൾ താഴെ പോകുന്നത് കാണുമ്പോൾ ഒന്നുകൂടി ചവിട്ടാൻ കുറേ ആളുകൾ കാണും. പിന്നെ കുറേ കേസും കാര്യങ്ങളും പൊങ്ങി വരും. അങ്ങനെ ആകെ മൊത്തം. കാരണം ഒരാൾ നല്ല രീതിയിൽ നന്നായിട്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് അയാൾ താഴെ പോകാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണൂല്ലോ. അവർക്ക് അതിനുള്ള വഴി വെച്ച് കൊടുക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ പേഴ്സണലി ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ആർട്ടിസ്റ്റാണ്, സിംഗേഴ്സാണ്, റാപ്പേഴ്സാണ്, ഇവരുടെ ഒരു കൾച്ചർ, ഇവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോമൺ ആളുകൾക്ക് സാധാരണക്കാർക്ക് അവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് വേറൊരു തരം അഡാപ്റ്റേഷനാണ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. അത് കൊണ്ടുവന്നാലേ അവർക്ക് ഈ ഒരു സംഗതി മുന്നോട്ട് ജാട കാണിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റൂ ഉള്ളത് കൊണ്ട് ഇവർ ചിലപ്പോൾ വോണ്ടഡ്ലി കാണിക്കുന്ന പരിപാടികളും ഒരുപാടുണ്ട്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി മല്ലു ക്രൗഡിന് ഇപ്പം ജെൻസിക്കാണെങ്കിൽ പോലും അത് ദഹിക്കാൻ വളരെ പാടാണെന്ന് തോന്നുന്നു. കാരണം ഇൻസ്റ്റാഗ്രാമിൽ അടക്കം തെറിവിളി ഡാപ്സിക്കൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൂടി ദഹിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഫേസ്ബുക്കിൽ വേറെ സംഗതിയാണ്, അത് അമ്മാവൻ 90 എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും തള്ളിക്കളയാം. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോൾ ഒരേ രീതിയിലുള്ള ഊക്കലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
സോ ബെറ്റർ ഒരു സെൽഫ് ഓഡിറ്റ് നടത്തുക, ഇതിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല നല്ല സോങ്ങും കാര്യങ്ങളൊക്കെ വീണ്ടും മലയാളികൾക്ക് കൊടുത്ത് ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാമിൽ നിന്ന് മാറി നിന്നിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രോത്ത് ആ പീക്ക് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പാട്ടുകൾ കൊണ്ട് മാത്രം വന്ന വണ്ടറായിട്ട് നിങ്ങൾ താന്നു പോയാൽ അത് ഭയങ്കര ശോകമായിരിക്കും. ബിക്കോസ് യു ഓൾ ആർ ടാലൻറ്റഡ്, ഭയങ്കര ടാലൻറ്റഡാണ് നിങ്ങളെല്ലാവരും. സോ ആ ടാലൻറ്റിനനുസരിച്ചുള്ള പെർഫോമൻസുകൾ ലൈവായിട്ട് ആളുകളിലേക്ക് കീപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് ആളുകളായിട്ട് കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആവാൻ നോക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി അടുത്ത് ഇടപഴകി, അല്ലെങ്കിൽ ആളുകൾ നിങ്ങൾ അവരിൽ ഒരാളാണ് എന്നുള്ളത് കാണിച്ചാൽ തന്നെയാണ് ഇവിടെ ഒരു ആർട്ടിസ്റ്റിന് സക്സസ് ഉള്ളൂ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഫെജോക്ക് അതിന് കൂടുതൽ സക്സസ്ഫുൾ ആണ് ഫോർ മീ അറ്റ്ലീസ്റ്റ്. ലൈക്ക് എൻ്റെ ഒരു പരിചയം വെച്ചിട്ടും കണ്ടിട്ടുള്ളത് വെച്ചിട്ടും ഫെജോക്ക് ഭയങ്കരമായിട്ട് ആളുകളായിട്ട് ഭയങ്കര ഇൻട്രാക്ഷനാണ്. അപ്പോൾ ബേബി ജീനാണെങ്കിലും ഡബ്സി ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആളുകളായിട്ടുള്ള ഇൻട്രാക്ഷൻ എവിടെയോ കട്ടായി പോയിട്ടുണ്ട്. ഇവർ വേറൊരു തലത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അവർ കയ്യിൽ നിന്ന് പോയി എന്നുള്ളൊരു അവസ്ഥയിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അതും ഭയങ്കര ഡേഞ്ചറാണ് നിങ്ങളുടെ കരിയറിന്. സോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക, എപ്പോഴും ആളുകളായിട്ടുള്ളൊരു വൈബ് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ മേ ബി സ്റ്റേജിൽ വരുന്ന സമയത്ത് മാക്സ് ടു മാക്സ് നിങ്ങൾ എൻ്റർടൈൻ ചെയ്യാൻ നോക്കുക ആളുകൾ. അല്ലാതെ നിങ്ങൾ ഞാൻ എന്തും ചെയ്തിട്ട് പോകും എന്നുള്ളൊരവസ്ഥയിൽ നമ്മൾ പല യൂറോപ്യൻ വേർഷൻസും കണ്ടിട്ടുണ്ട്. സ്റ്റേജിൽ നിന്ന് മൂത്രം ഒഴിച്ചവരുണ്ട്, വെള്ളം കോരി ഒഴിച്ചവരുണ്ട്, മൈക്കെടുത്ത് എറിഞ്ഞവരുണ്ട്. ഒരു ഹൈയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഇതെന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം വേർഷൻ ചിലപ്പോൾ അങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ആയിക്കഴിഞ്ഞാൽ തീർന്നു മക്കളെ, പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ മാറും. അതിന് മുമ്പ് സെൽഫ് ഓഡിറ്റ് ചെയ്യുക, നല്ല നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മലയാളികളെ എൻ്റർടൈൻ ചെയ്ത് മുന്നോട്ട് പോയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്.